അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ ലോകവ്യാപകമായ മിഷണറി പ്രവർത്തനത്തിൻ്റെ 100-ാം വർഷം ലോകവ്യാപകമായി ആചരിക്കുന്ന ഈ മഹത്തായ വർഷത്തിൽ ബെഥനി ബൈബിൾ കോളേജിൻ്റെ ഈ വർഷത്തെ ചിന്താവിഷയം ദർശനവും നിയോഗവും എന്നുള്ളതാണ്. വിഷൻ ആൻഡ് മിഷൻ. അതിനോട് ബന്ധപ്പെട്ട് ഈ മിഷൻ്റെ നിവർത്തീകരണത്തിൽ ദൈവത്തിൻ്റെ വചനമാകുന്ന വിത്ത് വാരി വിതറുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം. അതിനോട് ബന്ധപ്പെട്ട് മലയാളത്തിൽ വിധിച്ചെഴുതുന്ന സ്വർഗത്തിൻ്റെ വിത്ത് ക്രിസ്ത്യൻ സുവിശേഷം ഹൃദയങ്ങളിൽ എന്ന ഗാനം ആലപിക്കുമ്പോൾ സദസ്സ് എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ഈ ഗാനത്തിൽ പങ്കുചേരാനായിട്ട് അഭ്യർത്ഥിക്കുന്നു. ഗായക സംഘം പാടും. വിതച്ചിടുക സ്വർഗത്തിന്റെ വിത്തം ക്രിസ്ത്യൻ സുവിശേഷം ഹൃദയങ്ങളിൽ ആത്മവാരി പെയ്യും ദൈവം കൃപ ചെയ്യും തരും കൊയ്ത്തിനെയും തക്ക കാലത്തിൽ. കൊയ്ത്തുകാലത്തിൽ നാം സന്തോഷിക്കും, കറ്റകൾ ചുമന്നും കൊണ്ടുവന്നിടും. കൊയ്ത്തുകാലത്തിൽ നാം സന്തോഷിക്കും, കറ്റകൾ ചുമന്നും കൊണ്ടുവന്നിടും. വിതച്ചിടുക സ്നേഹത്തിനൊത്താനം ഒരു നാളും വ്യർത്ഥം അല്ല ആകയാ. എന്നും പ്രാർത്ഥിച്ചീടിൻ വേലയിൽ നിന്നീടിൻ വിത്തു നനച്ചീടിൻ കണ്ണുനീരിനാൽ. കൊയ്ത്തുകാലത്തിൽ നാം സന്തോഷിക്കും, കറ്റകൾ ചുമന്നും കൊണ്ടുവന്നിടും. കൊയ്ത്തുകാലത്തിൽ നാം സന്തോഷിക്കും, കറ്റകൾ ചുമന്നും കൊണ്ടുവന്നിടും. വിതച്ചിടുക തടസ്സമനേകം സാത്താൻ കൊണ്ടെന്നാലും തൻ വൈരാഗ്യത്തിൽ തളർന്നു പോകാതെ സ്നേഹവും വിടാതെ നിൽക്ക ക്ഷീണിക്കാതെ ക്രിസ്ത്യൻ ശക്തിയിൽ. കൊയ്ത്തുകാലത്തിൽ നാം സന്തോഷിക്കും, കറ്റകൾ ചുമന്നും കൊണ്ടുവന്നിടും. കൊയ്ത്തുകാലത്തിൽ നാം സന്തോഷിക്കും, കറ്റകൾ ചുമന്നും കൊണ്ടുവന്നിടും. വിതച്ചിടുക വർദ്ധനയ ദൈവം നൽകും സർവനേരം തൻവൻ ശക്തിയാ. വേനൽക്കാലം വർഷം കാറ്റും ശീതമുഷ്ണം ചെയ്യും ദൈവ ഇഷ്ടം ഭൂമി നൽകും നാൾ. കൊയ്ത്തുകാലത്തിൽ നാം സന്തോഷിക്കും, കറ്റകൾ ചുമന്നും കൊണ്ടുവന്നിടും. കൊയ്ത്തുകാലത്തിൽ നാം സന്തോഷിക്കും, കറ്റകൾ ചുമന്നും കൊണ്ടുവന്നിടും. വിതച്ചിടുക വിതയ്ക്കുന്ന കാലം അവസാനിച്ചിടും എത്ര വേഗത്തിൽ. ഇപ്പോൾ വിതയ്ക്കാതെ ഇരുന്നാൽ കൊയ്യാതെ രക്ഷകൻ മുൻപാകെ നിൽക്കും ലജ്ജയിൽ. കൊയ്ത്തുകാലത്തിൽ നാം സന്തോഷിക്കും, കറ്റകൾ ചുമന്നും കൊണ്ടുവന്നിടും. കൊയ്ത്തുകാലത്തിൽ നാം സന്തോഷിക്കും, കറ്റകൾ ചുമന്നും കൊണ്ടുവന്നിടും. വിതച്ചിടുക ദിവ്യ സമാധാനം മുളച്ചിടുവോളം ശൂന്യദേശത്തിൽ. മരുഭൂമി കാണും ഉത്സവം കൊണ്ടാടും, പർവ്വതങ്ങൾ പാടും ദൈവ തേജസ്സിൽ. കൊയ്ത്തുകാലത്തിൽ നാം സന്തോഷിക്കും, കറ്റകൾ ചുമന്നും കൊണ്ടുവന്നിടും. കൊയ്ത്തുകാലത്തിൽ നാം സന്തോഷിക്കും, കറ്റകൾ ചുമന്നും കൊണ്ടുവന്നിടും. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 16-ാം അധ്യായം 9-10 വാക്യങ്ങൾ വായിക്കുന്നു. അവിടെ വെച്ച് പൗലോസ് രാത്രിയിൽ മക്കദോന്യക്കാരനായ ഒരു പുരുഷൻ അരികെ നിന്നു. നീ മക്കദോന്യയ്ക്ക് കടന്നു വന്ന് ഞങ്ങളെ സഹായിക്ക എന്ന് തന്നോട് അപേക്ഷിക്കുന്നതായി ഒരു ദർശനം കണ്ടു. ഈ ദർശനം കണ്ടിട്ട് അവരോട് സുവിശേഷം അറിയിപ്പാൻ ദൈവം ഞങ്ങളെ വിളിച്ചിരിക്കുന്നു എന്ന് നിശ്ചയിച്ചു. ഞങ്ങൾ ഉടനെ മക്കദോന്യയ്ക്ക് പുറപ്പെടുവാൻ ശ്രമിച്ചു.
Scripture portion for today's graduation service is taken from Acts of the Apostles, chapter 16, verses 9 and 10. During the night, Paul had a vision of a man of Macedonia, standing and begging him, "Come over to Macedonia and help us." After Paul had seen the vision, we got ready at once to leave for Macedonia, including that God had called us to preach the gospel to them. May God bless you. Praise the Lord. Hallelujah. Hallelujah. It's my immense joy and pleasure to welcome the distinguished guests, Honorable Chairman Reverend T.J. Samuel, Chief Guest Reverend Dr. Chako Thomas, Assemblies of God Malayalam District Executive Committee members, Megala directors, presbyters, faculty members, pastors, graduating students, church believers, friends, well-wishers, prayer partners, donors, all to the graduation ceremony of 2013-14. ഈ സായം സന്ധ്യയിൽ 2013-2014 ബെഥനി ബൈബിൾ കോളേജിൻ്റെ ഗ്രാജുവേഷൻ സർവീസിലേക്ക് വേഗം വരുന്നതിനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. കഴിഞ്ഞൊരു വർഷം വിശ്വസ്തനായ ദൈവം തൻ്റെ വിശ്വസ്ത കരങ്ങളിൽ ബെഥനിയുടെ പ്രവർത്തനങ്ങളുടെ എല്ലാ മേഖലകളിലും ദൈവസാന്നിധ്യം അയച്ച് ഞങ്ങളെ വഴി നടത്തി എന്ന് പറയുവാൻ ഞങ്ങൾക്ക് കഴിയും. ആ സ്നേഹ സമർപ്പണമാണ് ഇന്ന് പകൽക്കാലം നടക്കുന്ന ഈ ഗ്രാജുവേഷൻ സർവീസ്. I thank God for His faithfulness and His mercy towards Bethany for the past academic year. God provided the entire needs of the college. The patron of the college, Reverend T.J. Samuel, stood with us throughout the ups and downs of the college. Especially, he is considered to be the major financial assistance for the entire academic year. സാമ്പത്തികമായി വളരെയധികം ഭാരപ്പെട്ടതായ അനേക സന്ദർഭങ്ങളിൽ ബൈബിൾ കോളേജിൻ്റെ പ്രവർത്തനം എങ്ങനെ മുൻപോട്ട് പോകും എന്നുള്ളതിനെക്കുറിച്ച് ആശങ്കകൾ പല ആവർത്തി ബെഥനിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായെങ്കിലും അപ്പോഴെല്ലാം ഞങ്ങൾക്ക് താങ്ങായി തണലായി സഹായഹസ്തവുമായി കൂടെ നിന്ന പ്രിയ ശമൽ സാറിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും ഈ ഗ്രാജുവേഷൻ സർവീസിലേക്ക് തന്നെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. I thank the executive committee for the tremendous support for the smooth functioning of the college. A cordial welcome for all the executive committee members to the graduation service. ഇന്ന് പകൽക്കാലം ഇവിടെ കടന്നു വന്നിരിക്കുന്ന ഗ്രാജുവേഷൻ സംബന്ധിക്കാൻ കടന്നു വന്നിരിക്കുന്ന എല്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. വിശേഷാൽ അസംബ്ലീസ് ഓഫ് ഗോഡ് മലയാളം ഡിസ്ട്രിക്ട് കൗൺസിലിൻ്റെ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന കർത്താവിൻ്റെ ദാസൻ റവറൻഡ് ഡോക്ടർ ബാബു ജോർജ് റാന്നി ഇന്ന് ഈ സായാഹ്നത്തിൽ നടക്കുന്ന ഗ്രാജുവേഷൻ സർവീസിൽ കടന്നു വന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും ഗ്രാജുവേഷൻ സർവീസിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും ഈ സായാഹ്നത്തിൽ ഗ്രാജുവേഷൻ സർവീസിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അസംബ്ലീസ് ഓഫ് ഗോഡ് മലയാളം ഡിസ്ട്രിക്ട് കൗൺസിലിൻ്റെ കമ്മിറ്റി മെമ്പറാണ്. അതോടൊപ്പം തന്നെ ബെഥനി ബൈബിൾ കോളേജിൻ്റെ അക്കാഡമിക് ഡീനായി പ്രവർത്തിക്കുന്ന പാസ്റ്റർ രാജൻ എബ്രഹാം. സീനിയറായ ഒരു അധ്യാപകനാണെങ്കിൽ പോലും ഞങ്ങളോടൊപ്പം എപ്പോഴും കൂടെ നിന്ന് ഞങ്ങളിൽ ഒരാളായി പ്രവർത്തിക്കുവാൻ താൻ കാണിക്കുന്ന നല്ല മനസ്സിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും ഈ സായാഹ്നത്തിൽ ഈ ഗ്രാജുവേഷൻ സർവീസിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. കഴിഞ്ഞ വർഷം തന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രതിസന്ധിയുടെ ദിനങ്ങൾ തൻ്റെ മുൻപിലുണ്ടായിരുന്നു. ശാരീരികമായി വളരെ പ്രതിസന്ധി ജീവിതത്തിൽ നേരിട്ടപ്പോഴും പ്രാർത്ഥനയുടെ വിജയത്താൽ ബലത്താൽ ഇന്ന് ഈ സായാഹ്നത്തിൽ ഗ്രാജുവേഷൻ സർവീസിൽ പങ്കെടുക്കുന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ദൈവത്തിന് സകലവിധമായ നന്ദിയും ഈ വൈകുന്നേരം കരയറ്റുന്നു. ഇന്ന് പകൽക്കാലത്തെ ഈ ഗ്രാജുവേഷൻ സർവീസിലെ ഗസ്റ്റായി നാം ക്ഷണിക്കുകയും ക്ഷണം സ്വീകരിച്ച് കടന്നു വരികയും ചെയ്തത് എബനേസർ തിയോളജിക്കൽ സെമിനാരി വേങ്ങൂരുള്ളതായ ആ മഹത്തായ പ്രസ്ഥാനത്തിൻ്റെ പ്രിൻസിപ്പളായി പ്രവർത്തിക്കുന്ന ഡോക്ടർ ചാക്കോ തോമസ് അവറുകളാണ്. അദ്ദേഹം ഒരു തികഞ്ഞ വേദാധ്യാപകൻ, അതോടൊപ്പം തന്നെ നല്ലൊരു ലീഡർ, അതിനേക്കാൾ ഉപരിയായി നല്ലൊരു സഹപ്രവർത്തകനായി പ്രവർത്തിക്കുവാൻ കഴിവുള്ള ഒരു ദൈവഭൃത്യനായ ആ പ്രിയപ്പെട്ടവനെയാണ് ഇന്ന് ഈ സായാഹ്നത്തിൽ ചീഫ് ഗസ്റ്റായി ബെഥനി ബൈബിൾ കോളേജ് ക്ഷണിക്കുവാനിടയായി തീർന്നത്. തക്ക സമയത്ത് തന്നെ ഗ്രാജുവേഷൻ സർവീസിലേക്ക് കടന്നു വന്ന പ്രിയ ചാക്കോ തോമസ് സാറിന് പ്രത്യേകാൽ ഞാൻ നന്ദി അറിയിക്കുന്നതോടൊപ്പം തന്നെ ഈ
ഗ്രാജുവേഷൻ സർവീസിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. പല സന്ദർഭങ്ങളിലും ബെഥനിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കേട്ടിട്ടുള്ളത് മാത്രമേ ഉള്ളായിരുന്ന ഒരു ദൈവദാസനും ദൈവദാസിയും ഇന്ന് ഈ ഗ്രാജുവേഷൻ സർവീസിൽ പങ്കെടുക്കുന്നുണ്ട്. ബോർഡ് ചെയർമാനും ബെഥനി ബൈബിൾ കോളേജിൻ്റെ പേട്രനുമായ റവറൻ ടി ജെ ശമൽ സാറ് ഈ സ്ഥാപനത്തെക്കുറിച്ച് ആ കുടുംബത്തെ പരിചയപ്പെടുത്തുവാൻ അവരുമായി ഒരു പ്രാവശ്യം ബെഥനിയിൽ കടന്നു വരുവാനൊക്കെ ഇടയായി തീർന്നു. ബെഥനിയുടെ പ്രവർത്തനങ്ങളെ കണ്ട് ആ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ളതായ നല്ല അനുഭവങ്ങൾ കേൾക്കുകയും അതിനെ സഹായിക്കാമെന്ന് വാക്ക് പറയുക മാത്രമല്ല, ബെഥനിയുടെ ഏകദേശം 2 മാസത്തെ പ്രവർത്തനങ്ങൾക്കുള്ള മുഴുവൻ ഫണ്ടും തന്ന് ബെഥനിയുടെ പ്രവർത്തനങ്ങൾ ഞങ്ങളോടൊപ്പം കൂട്ടായി നിന്ന ഒരനുഗ്രഹീതമായ കുടുംബം ഇന്ന് ഈ ഗ്രാജുവേഷൻ സർവീസിൽ പങ്കെടുക്കുന്നുണ്ട്. ഡോക്ടർ ഐസക് ചെറിയാനും ഡോക്ടർ സൂസൻ ചെറിയാനും ആ പ്രിയപ്പെട്ടവർ ഇന്ന് ഈ സായാഹ്നത്തിൽ ഗ്രാജുവേഷൻ സർവീസിൽ പങ്കെടുക്കുന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും ഈ ഗ്രാജുവേഷൻ സർവീസിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ സൂസൻ ചെറിയാൻ ദയവായി ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? താങ്ക് യു. I recognize the presence of different officials of Assemblies of God family attending this special occasion. I greet and welcome all the dignitaries in and out of the dais, and I especially just greet all our pastors, beloved friends and all the well-wishers of Bethany Bible College once again. ഇന്ന് ഈ ഗ്രാജുവേഷൻ സർവീസിൽ പങ്കെടുക്കുന്ന എല്ലാ അനുഗ്രഹീതരായ ദൈവഭൃത്യന്മാരെയും ദൈവദാസന്മാരെയും ദൈവമക്കളെയും കുടുംബാംഗങ്ങളെയും ഞാൻ ഈ ഗ്രാജുവേഷൻ സർവീസിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. And also this year we have 40 students completing their studies and receiving the graduation. I congratulate all of them for their hard work and your faithfulness towards the call and commitment which you have received throughout these years. കഴിഞ്ഞ വർഷങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി 40 വേദവിദ്യാർത്ഥികളാണ് പഠനം പൂർത്തിയാക്കി ഇന്ന് പകൽക്കാലം ഗ്രാജുവേഷൻ സ്വീകരിക്കുവാനായിട്ട് ഇവിടെയുള്ളത്. ഞങ്ങൾ ഈ പ്രിയപ്പെട്ടവരെ കാണുമ്പോൾ ദൈവത്തിന് നന്ദി കരയേറ്റുകയാണ്. കഴിഞ്ഞ ഒരു വർഷത്തെ 2 വർഷങ്ങളിലെ 3 വർഷങ്ങളിലെ കഠിനാധ്വാനം നിമിത്തമാണ് ഇവർ ഈ കുപ്പായം അണിഞ്ഞ് ഇവിടെ ഇരിക്കുവാൻ അവരെ സന്നദ്ധരാക്കിയിരിക്കുന്നത്. ദൈവം അവരോടുകൂടിയും ബെഥനിയുടെ പ്രവർത്തനങ്ങളോടുകൂടിയും ഈ അനുഭവങ്ങളിലെല്ലാം ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു പ്രശംസനീയമായ അനുഭവം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ പ്രത്യേകമുള്ള പ്രാർത്ഥനകളും നിങ്ങളുടെ സപ്പോർട്ടും അതിനെന്നും ഞങ്ങൾക്ക് മുതൽക്കൂട്ടായിരുന്നു. Thank you, dear parents and pastors, for sending your sons and daughters to our institution to receive the training. I welcome all of you for the graduation service. ഈ പ്രിയപ്പെട്ടവരെ ഈ ഗ്രാജുവേഷന് സജ്ജരാക്കുമ്പോൾ തന്നെ ഇവരെ പറഞ്ഞയച്ച സന്നദ്ധതയോടുകൂടി ഇവിടേക്ക് ഞങ്ങളുടെ സ്ഥാപനത്തിലേക്ക് പറഞ്ഞു വിട്ട മാതാപിതാക്കൾ, വിശ്വാസികൾ, പ്രിയപ്പെട്ടവരെല്ലാവരെയും ഈ സായാഹ്നത്തിൽ ഗ്രാജുവേഷൻ സർവീസിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. I thank and welcome our faculty members for the tremendous effort and your hard toil to train these young men and women to achieve the goal in this day. I salute you for your spiritual service throughout the year. കഴിഞ്ഞ ഒരു വർഷം ഇവരെ ട്രെയിൻ ചെയ്യുവാൻ അടിയനോടൊപ്പം പ്രവർത്തിച്ച അനുഗ്രഹീതന്മാരായ ദൈവഭൃത്യന്മാരാണ് ഈ ഡയസിലിരിക്കുന്നത്. ഇവരുടെ പ്രവർത്തനങ്ങളില്ലെങ്കിൽ ഈ പ്രിയപ്പെട്ടവരെ ട്രെയിൻ ചെയ്യുവാനായിട്ട് ഞങ്ങൾക്ക് കഴിയില്ലായിരുന്നു. വളരെ ത്യാഗോജ്ജലമായ പ്രവർത്തനമാണ് ഈ ദൈവദാസന്മാർ അനുഷ്ഠിക്കുവാനിടയായി തീർന്നത്. നിങ്ങൾക്ക് കാണാൻ കഴിയും, എല്ലാ പ്രിയപ്പെട്ടവരും തന്നെ അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ സഭാ ശുശ്രൂഷകന്മാർ കൂടെയാണ്. ഇവിടെ കടന്നു വന്ന് പഠിപ്പിക്കുമ്പോൾ തന്നെ ഓരോ സഭയുടെ ശുശ്രൂഷകന്മാരായി പ്രവർത്തിക്കുന്ന ദൈവദാസന്മാരാണ് ബെഥനിയിലെ മിക്ക അധ്യാപകരും. അവരുടെ പ്രവർത്തനങ്ങളോടൊപ്പം ബെഥനി ബൈബിൾ കോളേജിനെ സ്നേഹിച്ച് മാനിച്ച് പ്രതിഫലേച്ച കൂടാതെ പലപ്പോഴും സാമ്പത്തികമായ ഉന്നമനമൊന്നും പ്രതീക്ഷിക്കാതെ കടന്നു വന്ന് ഈ പ്രവർത്തനങ്ങളെ സ്നേഹിക്കുകയും ഈ പ്രിയ സഹോദരി സഹോദരന്മാരെ പഠിപ്പിക്കുകയും ചെയ്ത എല്ലാ അധ്യാപകരെയും ഒരു പ്രാവശ്യം കൂടെ ഞാൻ ഈ ഗ്രാജുവേഷൻ സർവീസിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. 1-2 പ്രിയപ്പെട്ടവരെ കൂടെ എടുത്തു പറയേണ്ടതായിട്ട് വളരെ അത്യാവശ്യമായിട്ടുണ്ട്. പല സന്ദർഭങ്ങളിലും ഗ്രാജുവേഷൻ സർവീസ് നടത്തുമ്പോൾ ഒരു ഹോൾ അന്വേഷിച്ച് ഞങ്ങൾ ഒരുപാട് നടക്കാറുണ്ട്. പല പ്രാവശ്യവും കടന്നു വരുന്നതായ പ്രിയപ്പെട്ടവരിൽ നിന്ന് കേൾക്കുന്നതായ വാക്കുകളൊക്കെ പലപ്പോഴും ഞങ്ങളെ വേദനപ്പെടുത്താറുണ്ട്. എന്നാൽ ഈ പ്രാവശ്യത്തെ ഗ്രാജുവേഷനെ കുറിച്ച് ചിന്തിച്ചപ്പോൾ നാലാഞ്ചിറ അസംബ്ലീസ് ഓഫ് ഗോഡിന് ഇങ്ങനെ ഒരു മനോഹരമായ ആലയം ഉണ്ടായതിനെക്കുറിച്ച് കാണുവാൻ ഒരു സന്ദർഭത്തിൽ ചെയർമാനിലൂടെ അതിനുവേണ്ടിയുള്ളൊരു പെർമിഷൻ ഞങ്ങൾ ചോദിക്കുവാനിടയായി തീർന്നു. യാതൊരു വൈമനസ്യവും കൂടാതെ
കേട്ട മാത്രയിൽ തന്നെ ഗ്രാജുവേഷൻ സർവീസിന് വേണ്ടി ഇത് തുറന്നു തന്ന ഇവിടുത്തെ കർത്തൃഭൃത്യൻ പാസ്റ്റർ യേശുദാസ് അവറുകളോടും അതോടൊപ്പം തന്നെ തന്നോടൊപ്പം പ്രവർത്തിക്കുന്ന കമ്മിറ്റി അംഗങ്ങൾക്കും ഇവിടുത്തെ സഭാവിശ്വാസികൾക്കും പ്രത്യേകാൽ ആ വിഷയത്തിലുള്ള നന്ദിയും ഇന്ന് ഈ ഗ്രാജുവേഷൻ സർവീസിലേക്ക് നിങ്ങളെ ഹാർദവമായി ഞാൻ സ്വാഗതം ചെയ്യുകയും ചെയ്യുകയാണ്. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഗ്രാജുവേഷൻ സർവീസിൽ ഇന്ന് പകൽക്കാലം പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരു പ്രാവശ്യം കൂടെ ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുകയും അതോടൊപ്പം തന്നെ ഈ ഗ്രാജുവേഷൻ സർവീസിൻ്റെ എല്ലാ മേഖലകളിലും പ്രവർത്തിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരു പ്രാവശ്യം കൂടെ ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ഒന്നോ രണ്ടോ പ്രിയപ്പെട്ടവരുടെ പേരുകൾ വിട്ടുപോയി എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെ ഉണ്ടെങ്കിൽ ദയവായി എന്നോട് ക്ഷമിച്ചാലും. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ടി ജെ രാജൻ ഈ ബൈബിൾ സ്കൂളിൻ്റെ പഴയ ഒരു അധ്യാപകനാണ്. അദ്ദേഹത്തെ വിശേഷാൽ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ എക്സ്റ്റൻഷൻ സെൻറ്റേഴ്സിൽ 4 പ്രവർത്തനങ്ങളാണ് ബെഥനി ബൈബിൾ കോളേജിന് ഇപ്പോൾ ഉള്ളത്. ബെഥനി ഈവനിങ് തിയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന നാമത്തിൽ പ്രവർത്തിക്കുന്ന 4 സ്ഥാപനങ്ങളിലെയും കോർഡിനേറ്റേഴ്സ് ഇന്ന് ഈ സായാഹ്നത്തിൽ ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. അവരെ വിശേഷാൽ ഈ ഗ്രാജുവേഷൻ സർവീസിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഡയസിലിരിക്കുന്ന മറ്റ് പ്രിയപ്പെട്ടവർ, ഈ സെക്ഷൻ്റെ പ്രസ്ബിറ്ററായി പ്രവർത്തിക്കുന്ന കർത്താവിൻ്റെ ദാസൻ, മുൻ ട്രഷററുമായി പ്രവർത്തിച്ച കർത്താവിൻ്റെ ദാസൻ ക്രിസ്തുദാനം പാസ്റ്റർ, അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ മലയാളം ഡിസ്ട്രിക്റ്റിൻ്റെ മുൻ സെക്രട്ടറി, ബെഥേൽ ബൈബിൾ കോളേജിൻ്റെ അധ്യാപകനുമായ ഫിന്നി സാറ്, ഈ സ്ഥാപനത്തിൻ്റെ അതോടൊപ്പം തന്നെ അസംബ്ലീസ് ഓഫ് ഗോഡ് പ്രസ്ഥാനത്തിൻ്റെ മുൻ സൂപ്രണ്ട് AC സാമുൽ സാറിൻ്റെ മകൻ AS ജോണച്ചായന്, എല്ലാ പ്രിയപ്പെട്ടവരും വിശേഷാൽ ഞാൻ ഒരു പ്രാവശ്യം കൂടെ ഹാർദവമായി സ്വാഗതം ചെയ്യാം. അതോടൊപ്പം തന്നെ നോർത്ത് ഇന്ത്യൻ മിഷൻസിൻ്റെ അസോസിയേറ്റ് ഡയറക്ടറായി പ്രവർത്തിക്കുന്ന പാസ്റ്റർ ബെന്നി പി ചാക്കോ, എല്ലാ പ്രിയപ്പെട്ടവർക്കുമായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും ഈ സായാഹ്നത്തിൽ ഗ്രാജുവേഷൻ സർവീസിലേക്ക് ഞാൻ ഹാർദവമായി ഒരു പ്രാവശ്യം കൂടെ സ്വാഗതം ചെയ്യുന്നു. പ്രസ്ബിറ്റേഴ്സായി നമ്മുടെ നടുവിൽ കടന്നു വന്നിരിക്കുന്ന ദൈവദാസന്മാർ കൂടെ ഈ മുൻപിൽ കടന്നു വന്നിരിക്കുവാൻ ഞാൻ വിശേഷാൽ ഓർപ്പിക്കുന്നു. കർത്താവിൻ്റെ ദാസൻ കാട്ടാക്കടയിൽ ശുശ്രൂഷിക്കുന്ന കാട്ടാക്കട സെക്ഷൻ്റെ പ്രസ്ബിറ്റർ പാസ്റ്റർ PK യേശുദാസ്, ചാവടിയിൽ പ്രവർത്തിക്കുന്ന പാസ്റ്റർ H ജോസഫ്, മുൻ കമ്മിറ്റി അംഗം പാസ്റ്റർ J ബെന്നറ്റ് തുടങ്ങിയതായ പ്രിയപ്പെട്ടവരെ ഞാൻ വിശേഷാൽ സ്വാഗതം ചെയ്യുന്നു. ബെഥനി ബൈബിൾ കോളേജിൻ്റെ പ്രവർത്തനങ്ങളിൽ ഞങ്ങളോടൊപ്പം എന്നും നിൽക്കുന്ന ചില പ്രിയപ്പെട്ടവർ കൂടെയുണ്ട്. ദൂതൻ്റെ അസിസ്റ്റൻറ്റ് മാനേജരായി പ്രവർത്തിക്കുന്ന പ്രിയ കൊച്ചുമോൻചായന്, എബ്രഹാം തോമസ്, അതോടൊപ്പം തന്നെ ജെയിംസ് വർഗീസ് ആൽഫ, ഈ പ്രിയപ്പെട്ടവരൊക്കെ ബെഥനിയുടെ പ്രവർത്തനങ്ങളെ അകമഴിഞ്ഞ് സഹായിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന പ്രവർത്തകരാണ്. ഈ പ്രിയപ്പെട്ടവരെല്ലാം ഇന്ന് ഈ സായാഹ്നത്തിൽ ഈ ഗ്രാജുവേഷൻ സർവീസിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അടുത്തതായി ഇന്ന് പകൽ നടക്കുന്ന ഗ്രാജുവേഷൻ സർവീസിൽ ഇന്ന് ഗ്രാജുവേറ്റ്സിനെയും അതോടൊപ്പം തന്നെ ബെഥനിയെയും ഗ്രീറ്റ് ചെയ്യുവാനായിട്ട് ഉള്ള അവസരമാണ്. പ്രാരംഭമായി ബെഥനി ബൈബിൾ കോളേജിലെ ഈ 2013-14 ഗ്രാജുവേഷൻ സർവീസിനെ ഗ്രീറ്റ് ചെയ്യുവാൻ വേണ്ടി കർത്താവിൻ്റെ ദാസന്മാർ ചിലർക്ക് അവസരം കൊടുക്കുന്നു. ആ പ്രിയപ്പെട്ടവർ ഓരോരുത്തരായി മുൻപോട്ട് വന്ന് ബെഥനി ബൈബിൾ കോളേജിൻ്റെ ഈ വർഷത്തെ ഗ്രാജുവേഷൻ സർവീസിനെ ഗ്രീറ്റ് ചെയ്യുന്നതായിരിക്കും. പ്രാരംഭമായി ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ ബെഥനി ബൈബിൾ കോളേജിൻ്റെ പേട്രൺ അല്ലെങ്കിൽ പിതാവെന്ന് വേണമെങ്കിൽ വിളിക്കാവുന്ന പിതാമഹൻ ആയ കർത്താവിൻ്റെ ദാസൻ TJ ശമൽ സാറ്, ഒരിക്കൽ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, സാറേ ബെഥനിയെക്കുറിച്ച് സാറിൻ്റെ അഭിപ്രായം എന്ത് പറഞ്ഞു? സാറിനോട് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, ബെഥനി എൻ്റെ ഒരു കുഞ്ഞാണ് എന്ന് പറഞ്ഞാൽ സാർ അത്രയും ഈ സ്ഥാപനത്തെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ ഞങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ അനുഭവങ്ങളിലും പലപ്പോഴും എല്ലാ പ്രിയപ്പെട്ടവരും കൈവിട്ടു പോയ സാഹചര്യങ്ങൾ എനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അപ്പോഴെല്ലാം എന്നോടൊപ്പം നിന്ന കർത്താവിൻ്റെ ദാസനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. പ്രാരംഭമായി പ്രിയ TJ ശമൽ സാർ മുൻപോട്ട് വന്ന് താനെ ഗ്രീറ്റ് ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം ഞാൻ മറ്റുള്ളവരുടെ പേര് വിളിക്കുന്നതായിരിക്കും. I greet all of you in the name of Jesus Christ. നിങ്ങളെല്ലാവരും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. It is my joy and pleasure to be in this service today. ഇന്ന് ഈ പ്രത്യേക സമ്മേളനത്തിലായിരിക്കുന്നത് എനിക്ക് വലിയ ചാരിതാർത്ഥ്യവും സന്തോഷവും ഉളവാക്കുന്നതാണ്. It's always a joy for me to come to Bethany, and particularly for these services.
ബഥനിയിൽ വരുന്നത് എല്ലായ്പ്പോഴും സന്തോഷമാണ്, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ഈ യോഗത്തിൽ. Well, this institution, God has blessed it. God has kept it and brought thus far. ഈ സ്ഥാപനത്തെ ഇത്രത്തോളം കർത്താവ് അനുഗ്രഹിക്കുകയും നിലനിർത്തുകയും ഇതുവരെയും കൊണ്ടുവരികയും ചെയ്തു. Many times it's a miracle that God is doing in this institution. ഈ സ്ഥാപനത്തിൽ പലപ്പോഴും ദൈവം വലിയ അത്ഭുതം ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. For everything we thank God. എല്ലാറ്റിനുമായി ദൈവത്തിന് നന്ദി പറയുന്നു. This year also, as the principal has said, there was some serious financial crisis in the school. പ്രിൻസിപ്പൽ മുൻപേ പറഞ്ഞതുപോലെ ഈ കഴിഞ്ഞ അധ്യയന വർഷവും വളരെ നിർണായകമായ വളരെ ഗൗരവമേറിയ സാമ്പത്തിക പ്രതിസന്ധിയിൽ കൂടെ ഈ സ്ഥാപനം കടന്നുപോയി. Because there are no regular supporters. കാരണം ഈ സ്ഥാപനത്തെ